അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മുടെ ഭയങ്ങൾ നമ്മളെ പിറകോട്ട് വലിക്കുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണം, പുരോഗമിക്കണം, ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കണം. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവർക്കുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷേ പല ആളുകളും കഴിവില്ലാത്തത് കൊണ്ടല്ല അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, നേട്ടങ്ങൾ നേടാത്തത്. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭയത്തിൻ്റെ കെട്ടുപാടൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബ്ലോക്കുകളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വലിയ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഭയന്നിട്ട് ഒളിച്ചോടുകയാണ്. ഇപ്പോൾ ഈ ഭയങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഭയം കാരണം ചെയ്യുന്നില്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നല്ലൊരു ജോലി വാങ്ങിക്കണം, നേടണം. പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ചില ചില ഭയങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അത് നേടാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു പ്രാസംഗികനാകണം, സാധിക്കുന്നില്ല ഭയം മൂലം. നിങ്ങൾക്ക് ഒന്നറിയപ്പെടണം, ഒരു എഴുത്തുകാരനാവണം, പാട്ടുകാരനാവണം. ഇങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. സമ്പത്ത് നേടണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, പക്ഷേ ഭയമാണ്. ഇങ്ങനെ ഒരുപാട് ഭയങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നമ്മളുടെ ആ സർക്കിളിൽ ഒതുങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊരിക്കലും നമുക്ക് അഭികാമ്യമല്ല, നമ്മുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കും. യു എസിൽ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ നേഴ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്ന ജോലിയായിരുന്നു. കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് അവർ പരിചരിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷത്തെ അവരുടെ അനുഭവം ഇത്തരത്തിലുള്ള ആളുകളുമായി സംസാരിച്ചൊക്കെ അവരൊരു പുസ്തകം എഴുതി. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ പറയുന്നത്, ഇങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ റിഗ്രറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എന്തായാലും നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു റിഗ്രറ്റ്, ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത്, എത്രയോ നൂറുകണക്കിന് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകളൊക്കെ പറഞ്ഞത്, ജീവിതത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല വിഷമം, മറിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ റിഗ്രറ്റ്. അവർക്ക് അവരോട് തന്നെ തോന്നുന്ന ആ ഒരു കുറ്റബോധം. അപ്പോൾ നമ്മൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്, യാത്രകൾ ചെയ്യണം, ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടണം, അതിനുവേണ്ടി ശ്രമിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊരു ശ്രമം പോലും നമ്മൾ നടത്താതിരിക്കുമ്പോൾ അതായിരിക്കും പിന്നീട് നമ്മളുടെ ഏറ്റവും വലിയ കുറ്റബോധം എന്ന് പറയുന്നത്. അതാണ് ഈ ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കുവാൻ വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അത് പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നുള്ളതല്ല, മറിച്ച് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഡെത്ത് ബെഡിൽ വരിക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രമിക്കുക, പരാജയപ്പെടുക, വിജയിക്കുക, അത് സെക്കൻഡറി. ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു, ഞാൻ ശ്രമിച്ചു, വിജയിച്ചു എന്ന് പറയുന്നതാണ്. എനിക്ക് ശ്രമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രമിച്ചില്ല എന്നതിനേക്കാളും ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കും. പരാജയപ്പെട്ടിട്ട് നമ്മൾ നിർത്താതെ മുന്നോട്ട് പോകുമ്പോൾ വിജയം നമുക്ക് വരും. അപ്പോൾ പലപ്പോഴും ആളുകൾ ശ്രമിക്കാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഭയങ്ങളാണ്. ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ, ആളുകൾ എന്ത് ചിന്തിക്കും, പരാജയപ്പെട്ട ആളുകൾ എന്നെ കുറ്റപ്പെടുത്തില്ല, ഇങ്ങനെ അനാവശ്യ ചിന്തകൾ കൊണ്ടാണ് വലിയ ഭയം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഭയം വരുന്ന സമയത്ത് ഒന്നുകിൽ ഒളിച്ചോടാം, അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിക്കാതിരിക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഒളിച്ചോടാം. പക്ഷെ അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല, മറിച്ച് അത് നമ്മെ വീക്കാക്കുന്ന, തളർത്തുന്ന ഒരു ചിന്താഗതിയാണ്.
അപ്പോൾ ഭയമുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം. ഒന്നുകിൽ ഒളിച്ചോടാം, അല്ലെങ്കിൽ നമുക്ക് ആ ഭയത്തെ എംബ്രേസ് ചെയ്യാം. അതിനെ പരിപൂർണമായിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം, ഭയത്തെ, എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യാം. ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. അതായത് ഭയത്തെ നമ്മൾ ഫീൽ ചെയ്യും, പ്രവൃത്തി ചെയ്യുക. നമ്മളെ ഭയക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് ഭയം ഫീൽ ചെയ്യും, അങ്ങനെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ ഭയത്തിൻ്റെ ശക്തി കുറയുകയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുകയും ചെയ്യും. ഈ ഭയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെ പരിപൂർണമായി ഒഴിവാക്കിയിട്ടേ ഞാൻ കാര്യങ്ങൾ ചെയ്യൂ എന്ന് നമ്മൾ തീരുമാനിക്കാതിരിക്കുക. ഭയത്തെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കറേജിയസ് ആയിട്ട് മാറും, കരുത്തരായിട്ട് മാറും, ധൈര്യശാലികളാവും. ധൈര്യം കൂടുമ്പോൾ ഭയത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നു. ഭയമുണ്ടെങ്കിലും നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഭയങ്ങൾ മാറ്റിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഭയമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൻ്റെ ശക്തി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ കറേജ്, ധൈര്യം വർദ്ധിപ്പിക്കുമ്പോൾ. അതെങ്ങനെയെന്ന് നോക്കാം. അതിനൊരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പ്രാസംഗികരായിട്ട് മാറണമെന്നുണ്ട്. അദ്ദേഹത്തിന് കടുത്ത ഭയമാണ്. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം തീരുമാനിച്ച് അദ്ദേഹം ശ്രമിക്കും. അദ്ദേഹം ഭയക്കും, ആ പ്രവൃത്തി ചെയ്യും. രണ്ടാമത് ചെയ്യും, ഭയക്കും, വീണ്ടും അങ്ങനെ പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ടോപ്പിക്കായി അദ്ദേഹം സംസാരിക്കും. വീണ്ടും അങ്ങനെ ചെയ്യും. അങ്ങനെ പലതവണ ചെയ്യുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന് ഭയങ്കര കറേജായി. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭയന്ന വ്യക്തിക്ക് സ്റ്റേജിൽ കയറി ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു. മുന്നോട്ട് പോകുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ധൈര്യം വർദ്ധിച്ചു. അപ്പോൾ ഭയത്തിൻ്റെ പ്രസക്തി അവിടെ കുറയുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന് ഒരു 1000 ആൾ, 10,000 ആൾ ഇരിക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെറിയൊരു ഭയം ഉണ്ടായേക്കാം. അദ്ദേഹത്തിന് 100 ആളുകളോട്, 50 ആൾ, 100 ആളുകളോടൊക്കെ സംസാരിച്ച് പ്രസംഗിച്ച് അദ്ദേഹത്തിന് ധൈര്യം വന്നു. അത്തരത്തിലുള്ള ഒരു വേദിക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. മറിച്ച് ഒരു 10,000 ആളുകൾ ഇരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ അല്പം ഭയമുണ്ട്. അപ്പോൾ ആ ഭയത്തെ മറികടക്കാൻ വീണ്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ ലഭിക്കുന്നു. നാലാമത്തെ തവണയാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ ഭയം മാറുന്നു. അങ്ങനെ നമ്മൾ ഭയത്തെ ഒരു ഫ്യൂവലാക്കി മാറ്റുക, ഒരു ഇന്ധനമാക്കി മാറ്റി നമ്മുടെ ജീവിത പുരോഗതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഭയമുണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടാതിരിക്കുക. ഭയത്തെ നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക, ഒന്ന് പുൽകുക, എംബ്രേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയത്തിൻ്റെ ശക്തി കുറയും. ഭയത്തിൻ്റെ ശക്തി കുറഞ്ഞ് നമ്മുടെ ധൈര്യത്തിൻ്റെ ശക്തി കൂടുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ നെർവസ് ആവുക, അല്ലെങ്കിൽ ഭയന്ന് വിറയ്ക്കുകയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ നമുക്കൊരു മടിയും വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭയത്തെ പരിപൂർണമായും ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ട, മറിച്ച് അതിനെ നേരിടാൻ നമ്മളൊരിപ്പം ധൈര്യം കാണിച്ചാൽ മതി. ആ ഭയം ഉളവാക്കുന്ന ചില പ്രവർത്തികൾ നമ്മൾ ചെയ്താൽ മതി. അതായത് ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. ഭയന്നാലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ധൈര്യം വർദ്ധിക്കുകയും ഭയത്തിൻ്റെ പ്രാധാന്യം കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു മൈൻഡ് സെറ്റ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. എന്താണോ നമ്മൾ ഭയക്കുന്നത്, അതിൽ നിന്ന് ഒളിച്ചോടാതെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ ഭയങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കായിരിക്കും ഒക്കെ ഒരു പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന്, ജോലി മാറുന്നതിന്, നിങ്ങളുടേതായിട്ടുള്ള സംരംഭം തുടങ്ങുന്നതിന്, ഇങ്ങനെ പലതും ആയിരിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നതിന്, ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ പോകുന്നതിന്, ഇതൊക്കെ അങ്ങനെ പല ഭയങ്ങളായിരിക്കാം.
അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഭയത്തെ മാനേജ് ചെയ്യുന്ന നേരിടുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്താണ് നിങ്ങളുടെ ഭയങ്ങൾ എന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതില്ല, പക്ഷേ അതിൻ്റെ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഏതേത് ഭയങ്ങളാണ്, എന്തൊക്കെ ഭയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത്, അത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ആ എഴുതി വയ്ക്കുന്ന സമയം തന്നെ നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കറേജ് വല്ലാതെ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം എന്താണോ, എന്തിനെക്കുറിച്ചാണോ നമ്മൾ അവെയർ ആവുന്നത്, ആ സമയത്ത് നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സന്ദർഭത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭയത്തിൻ്റെ ശക്തി കുറയും. ഇപ്പോൾ ഭയമാണ്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടെങ്കിൽ, ആ, അതിനർത്ഥം അവിടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് ഭയമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഭയം അല്ലെങ്കിൽ ഭയങ്ങളെന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഭയത്തിൻ്റെ ശക്തി അല്പം കുറയും. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക എന്തൊക്കെയാണ് ഭയങ്ങൾ എന്നുള്ളത്. അതിനുശേഷം നിങ്ങളതിനെ ഒന്ന് വിശദമായിട്ട്, ഡീറ്റെയിൽഡായിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഭയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, ഓക്കെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം, ഞാൻ ഒന്ന് രണ്ട് തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിൽ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയും ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. എന്ത് ഉത്തരമാണെന്ന് പറയണം എനിക്ക് മനസ്സിൽ വരാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഈ ഭയമുണ്ട്. ചിലപ്പോൾ എനിക്ക് വിറയ്ക്കലൊക്കെ വരും. അങ്ങനെ വളരെ ഓപ്പണായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവമാണോ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ എഴുതി വയ്ക്കാം. ഭയവുമായിട്ട്, ആ ഒരു പ്രത്യേക ഭയവുമായിട്ട്. ഇപ്പം ബോസിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആ ഡോർ തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു ഒരു കാളൽ അനുഭവപ്പെടാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്നെ നോക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഭയമാണ്. അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ പ്രൊമോഷനെ കുറിച്ച് ചോദിക്കാൻ എനിക്ക് ഉള്ളിൽ ഭയമാണ്. ആ ഭയം മൂലമുണ്ടാകുന്ന എന്തൊക്കെ ഫീലിങ്സാണ് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഭയങ്ങൾ എന്താണ് എഴുതുന്നു, അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എഴുതി വയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഭയത്തിൻ്റെ വലിയൊരു ശക്തി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്സാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടെക്നിക്സാണ്. അപ്പോൾ നിങ്ങളത് അതേ സീരിയസ്നെസ്സോടു കൂടെ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഇങ്ങനെ കേൾക്കുന്നു, കേട്ടിട്ട് ചെവിയിലൂടെ വിടാം എന്ന രീതിയിൽ എടുക്കേണ്ട. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിക്കുന്ന ലെസൺസാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ച് നിങ്ങൾക്ക് മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് പോലെ നിങ്ങളിതിനെ കാണാതെ, ഇതൊരു പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ടൂൾസായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഇപ്പോൾ നിങ്ങളുടെ ജേണലിൽ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുന്ന നമുക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുമ്പോൾ തന്നെ ഭയത്തിൻ്റെ ശക്തി കുറയുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾ ആ ഭയത്തെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, അവയൊക്കെ അംഗീകരിക്കുക. ഓക്കെ, എനിക്ക് ഇത്തരത്തിലുള്ളൊരു ഭയമുണ്ട്, ഇതിനെ ഞാൻ ഇത്രയും കാലം അത് മനസ്സിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെ നേരിട്ട് കാണുന്നു, എന്താണെന്ന് അറിയുന്നു, അവയെ ഞാൻ അംഗീകരിക്കുന്നു. അവയുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയില്ല, അവയെ ഞാൻ അംഗീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്ര കാലം പല രീതിയിൽ ഇത് എൻ്റെ മനസ്സിൽ നിലനിന്നു. ഇനി ഞാനതിനെ ലെറ്റ് ഗോ ചെയ്യുന്നു, അതായത് ഞാനതിനെ ഒഴിവാക്കുന്നു. അപ്പോൾ അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭയങ്ങൾ എന്താണെന്ന് കണ്ടെത്തി, അവയെക്കുറിച്ച് വിശദമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച്, ഏതൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ ഫീലിങ്സാണ് നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടാറുള്ളത്, എന്തൊക്കെ ശാരീരികമായിട്ടുള്ള ആക്ഷൻസാണ് നിങ്ങൾ ആ ഭയം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാറുള്ളത്, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചു. പിന്നെ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇൻറ്റേർണലായിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയത്തിൻ്റെ ശക്തി കുറയും. പിന്നീട് നിങ്ങൾ ആ കാര്യം ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ പ്രസംഗിക്കുകയോ
പ്രൊമോഷന് വേണ്ടി ബോസിനോട് സംസാരിക്കുകയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഭയം ഒരിക്കലും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നെർവസ്നെസ്, വിറയൽ, കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. കാരണം അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്തത്. ഭയവുമായുള്ള റെസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ അംഗീകരിക്കുകയും ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയുകയും അതിനെ നിങ്ങൾ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയും നിങ്ങൾ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭയത്തിൻ്റെ ശക്തി കുറയുകയും അത് നിങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നതിന് തടസ്സമാകാതെ ഇരിക്കുകയും ചെയ്യും. മറിച്ച് അത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. ഒരു ഫ്യുവൽ, ഒരു ഇന്ധനമായിട്ട് മാറും. അപ്പോൾ ഇത് ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുക. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഭയം, ഏതൊക്കെയാണോ നിങ്ങളുടെ ഭയങ്ങൾ, അതിനൊക്കെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഭയത്തിൻ്റെ ശക്തി കുറയുകയും നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും. അപ്പോൾ ഇത്രയും കാലം ഒളിച്ചോടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരല്പസമയം കൊണ്ട്, ഒരല്പസമയത്തെ പ്രോസസ്സ് കൊണ്ട് അവയെ നേരിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫീൽ ദ ഫിയർ, അതെ, ഈ ഫിയറിനെ നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നിട്ട് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്നത്. ഒളിച്ചോടുമ്പോഴല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ അവയോട് ഫൈറ്റ് ചെയ്ത് പ്രവൃത്തി ചെയ്യുമ്പോഴല്ല, മറിച്ച് അതിനെ ഫീൽ ചെയ്ത് അവിടെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ധൈര്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ തണുത്ത വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളമാണ്, അല്ലെങ്കിൽ ഒരു കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് നല്ല തണുപ്പാണ്. നമ്മൾ അല്പസമയമൊക്കെ ആ കരയ്ക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. മറ്റുള്ളവരൊക്കെ കുളിക്കുന്നു, നമുക്ക് കുളിക്കണം എന്നുണ്ട്, പക്ഷെ കാല് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരല്പം കാല് അങ്ങനെ വയ്ക്കും. പിന്നെ ഇറങ്ങണ്ടേ, പിന്നെ എന്തായാലും നമുക്ക് കുളിച്ചേ പറ്റൂ, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ആ തണുത്ത വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സംഭവം, ഇതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ തണുപ്പാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ ഭയപ്പെടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് കാര്യങ്ങൾ, പക്ഷേ നമ്മൾ ഭയം കാരണം ചെയ്യാതിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കരുത്തും നമ്മളുടെ എനർജിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഫീൽ ചെയ്തിട്ട് ഇത്തരം പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഈ ഭയപ്പെടുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിലേതോ കാര്യമാണ് നിങ്ങളെ പിന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ ഭയന്നിട്ടാണ് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് എങ്കിൽ, ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന 5 മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. മോശമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ സാലറി വർധനയ്ക്ക് വേണ്ടി ബോസിനോട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കയറുകയാണെങ്കിൽ, അതാണ് നിങ്ങളെ ഭയം ഉണ്ടാക്കുന്ന കാര്യം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 5 മോശമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊന്ന് എഴുതി വെച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ, ഉദാഹരണത്തിന് ശമ്പള വർധന ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോസ് എന്നോട് ദേഷ്യപ്പെടും. ചിലപ്പോൾ അദ്ദേഹം പറയും ഇവിടെ ജോലി ചെയ്യേണ്ട. ചിലപ്പോൾ അദ്ദേഹം ഷൗട്ട് ചെയ്യും, വളരെയധികം ഇൻസൾട്ട് ചെയ്യും. ചിലപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഓക്കെ, ഇവിടെ ജോലി വേണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോളൂ. അങ്ങനെ ഒരു 5 എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വയ്ക്കുക, മാക്സിമം സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് പലപ്പോഴും ഇങ്ങനെ 5 സംഭവങ്ങളും സംഭവിക്കാറില്ല. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ അത് നമ്മൾ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഒരു കാര്യം അതിൻ്റെ എഗെയിൻസ്റ്റായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയ ജോലി അന്വേഷിക്കും. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതല്ല. ഇത് നമ്മൾ ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവാതെ ഇരിക്കുന്നത്. അതായത് നമ്മളുടെ ഭയം മാറ്റി വേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പറിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ
ഈ ഭയത്തിൻ്റെ ശക്തിയൊക്കെ കുറയുകയും നിങ്ങൾക്ക് പല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭയത്തിനെ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കും, നിങ്ങളെ സഹായിക്കും. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു NLP പ്രാക്ടീസ് ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നിങ്ങളെ ഭയത്തൊക്കെ വളരെ ഈസിയായി അതിൻ്റെ ശക്തി നിമിഷ നേരം കൊണ്ട് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലുള്ള ഒരു ടൂളാണത്. നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് നമ്മളൊന്ന് ചെറിയൊരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ നിങ്ങളിരിക്കാം. മെഡിറ്റേഷൻ പോസ്റ്റർ മീൻസ് നിങ്ങൾ ചെയറിലാണോ എവിടെയാണോ ഇരിക്കുന്നത്, റിലാക്സ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ലഭിക്കും. മനസ്സിലൊരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ, അതായത് ഭയത്തിൻ്റെ ഭാരം ഇറക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ അനുഭവപ്പെടും. ആ അനുഭവം നിങ്ങളൊന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് വളരെ അറ്റൻറ്റീവായിട്ട് നിങ്ങൾ ഈ പ്രോസസ്സിൽ പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ, നട്ടെല്ലൊക്കെ നിവർത്തി റിലാക്സ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മനസ്സിലെ നിങ്ങളുടെ ഭയം എന്താണുള്ളത്, ഏതാണ് ഒരു ഭയം നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഓക്കെ, അത് നിങ്ങളുടെ ഏത് ഭയമായിരിക്കാം. ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ആ ഭയത്തെ, ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു ചിത്രത്തെ നിങ്ങളുടെ മനസ്സിൽ കാണുക. അതിന് മുമ്പായിട്ട്, നമ്മളെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 തവണ ഒന്ന് ദീർഘശ്വാസം എടുത്ത് വിടുക. ഓക്കെ, വളരെ സ്ലോ ആയിട്ട് റിലാക്സ് ആയിട്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ ശ്വാസം റിലീസ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ മെല്ലെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം റിലീസ് ചെയ്യുക. ഒന്നുകൂടെ ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. റിലീസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ആ ഒരു ഭയത്തെ, ആ ഒരു ഭയചിത്രത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ട്, ആ പ്രസംഗിക്കാനിരിക്കുന്ന സിറ്റുവേഷനാണ്. അങ്ങനെ ഏതാണോ നിങ്ങളുടെ സിറ്റുവേഷൻ, എനിക്കറിയില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണെന്നുള്ളത്, അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അത് നിങ്ങൾ മനസ്സുകൊണ്ട് കാണുക. എന്ത് ശബ്ദമാണോ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്, അതിനെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഭയത്തെ പരിപൂർണമായും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി നിങ്ങൾ മനസ്സിൽ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളിൽ ആ ഭയത്തിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് കണക്കാക്കുന്നതിന് ഏകദേശം ഒരു നമ്പർ കൊടുക്കുക. ഇപ്പോൾ 10 നിങ്ങൾ നമ്പർ കൊടുക്കുന്നതെങ്കിൽ അത്രമാത്രം നിങ്ങൾ ഭയന്നിരിക്കുന്നു ആ സിറ്റുവേഷനെ. ഒരു 6 ആണെങ്കിൽ അതെ, കുറച്ച് ഭയമുണ്ട്, എന്നാൽ അത്ര തന്നെ ഇൻറ്റൻസ് അല്ല. 5 ആണെങ്കിൽ ഒരു ഏകദേശം ഒരു മിഡിലായിട്ട് നിങ്ങൾക്ക് ഭയമുണ്ട്. അപ്പോൾ ആ ഭയത്തെ നിങ്ങൾ കണക്കാക്കിയിട്ട് അതിനൊരു നമ്പർ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഭയമുണ്ടെങ്കിൽ അത് 8, 9, 10 അങ്ങനെ മുകളിലേക്ക് പോകും. അങ്ങനൊരു നമ്പർ നിങ്ങൾ കൊടുക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭയത്തിൻ്റെ ഹെവിനെസ്, ഭാരം നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അനുഭവിക്കുക. അവിടെ ആ ഭയം വലിയൊരു ഭാരക്കട്ട പോലെ ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണുക. ആ നെഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഭാരം, അത് മെല്ലെ ഒരു ഐസിൻ്റെ രൂപത്തിൽ നിങ്ങൾ കാണുക. അത് നല്ല തണുപ്പുള്ള, തണുത്ത ഒരു ഐസ് കട്ടയായി നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തിരിക്കുന്നു. അതിൻ്റെ തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നല്ല തണുപ്പ് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നു. നല്ല തണുപ്പ്. ആ ഐസ് കട്ട നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തിരുന്ന് തണുത്ത് അതിങ്ങനെ മെല്ലെ ഉരുകി വെള്ളമായി ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഐസ് കട്ടയിൽ നിന്നും നല്ല തണുപ്പ് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നു. ആ തണുപ്പ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല തണുപ്പ് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വയറിലേക്കും തലയുടെ ഭാഗത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കുമൊക്കെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ തണുപ്പ് കട്ട ഉരുകി ഉരുകി വെള്ളമായി തണുത്ത് അതിൻ്റെ കനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഭാരം കുറഞ്ഞ് കുറഞ്ഞു വന്ന് നല്ല തണുത്ത ഒരു അനുഭവം നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള തണുത്ത ഐസ് കട്ട പരിപൂർണമായി ഉരുകി ഒലിച്ചു പോയി. ഇപ്പോൾ അവിടെ നനുത്ത മഞ്ഞ് പാളികളെ, മഞ്ഞ് ഒരു മേഘത്തെ പോലെ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. അത് വളരെയധികം ലൈറ്റായിട്ട്, ഒട്ടും കനമില്ലാതെ, ഒരു തൂവലിനേക്കാൾ കനം കുറഞ്ഞ് ആ മഞ്ഞ് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് പെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നും നനുത്ത തണുപ്പ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നു. വളരെ ലൈറ്റായി, ഒട്ടും ഭാരമില്ലാതെ, വളരെ നനുത്ത, തൂവലിനേക്കാൾ ഭാരം കുറഞ്ഞ് മഞ്ഞിൻ്റെ ആ തണുത്ത ഫീലിംഗ് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തും ശരീരത്തിലുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഭയമുളവാക്കുന്ന ആ സീനൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾ അതിന് എത്ര നമ്പർ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് കാണുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ ശ്വാസത്തിലേക്കും ശ്രദ്ധിക്കുക.
സ്വാഭാവികമായിട്ടുള്ള ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇനി മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, യെസ്. ഈ ചെറിയൊരു NLP പ്രോസസ്സാണ്. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സംസാരിക്കാം. എന്തായിരുന്നു അനുഭവം? ആദ്യം എത്ര നമ്പർ കൊടുത്തു? രണ്ടാമത് എത്ര നമ്പർ കൊടുത്തു? അൺമ്യൂട്ട് ചെയ്തോളൂ, എന്നിട്ട് സംസാരിക്കാം. എനിബഡി? അജയൻ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ആദ്യം 8 നമ്പർ കൊടുത്തു. ആ, ആദ്യത്തെ നമ്പർ എത്ര കൊടുത്തത്? 8. 8. ഓക്കെ. പിന്നീട്? 3. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് വൺ. യെസ്. ഓക്കെ. ഇനി ആ, രേവതി? നിങ്ങൾക്ക് ക്യാമറ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ഭയത്തൊക്കെ മാറ്റുന്ന പ്രോസസ്സല്ല, അതുകൊണ്ട് ആളുകൾ കാണട്ടെ, എന്താ പ്രശ്നം? ആ ഫീൽഡിലിരിക്കാം. അതുപോലെ ബിച്ചു ജോസഫ്, സത്യനാഥ്. സംസാരിച്ചോളൂ. ഹലോ സർ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ആദ്യം 7ആണ് നമ്പർ കൊടുത്തത്. ഓക്കെ. ഇത് കഴിഞ്ഞ് 2ആണ് നമ്പർ കൊടുത്തത്. 2. ഓക്കെ, അപ്പോൾ അത്രയും കുറഞ്ഞു വന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക്സ്. ഇനി ബിച്ചു ജോസഫ്, സത്യനാഥ്. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്. ഓക്കെ, 7-3. സത്യനാഥ് 7, പിന്നെ 3. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്. നിങ്ങൾക്ക് ഏത് ഭയത്തെയും കൈകാര്യം ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നത്, നമ്മളുടെ ലക്ഷ്യം നേടുന്നതിനൊക്കെ നമുക്ക് എഫേർട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾക്ക് ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്നത് മൺഡേ 7 o'clock ആയിരിക്കും. തിങ്കളാഴ്ച ദിവസം 7 മണിക്ക് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. മെഡിറ്റേഷനും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.